ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ ഏറ്റവും എക്സൈറ്റ്മെൻറ്റ് നിറച്ചിട്ടുള്ള ഒരു ട്രെയിലറുമായി നമ്മുടെ എംപുരാൻ ടീം എത്തിയിരിക്കുകയാണ്. ട്രെയിലർ വളരെ ഗംഭീരമായിട്ടുണ്ട്. ഓരോ ഫ്രെയിംസും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നിയത്. നല്ല രസമുണ്ട് കാണാൻ. അതിൽ നമുക്കിതിൻ്റെ എനിക്ക് തോന്നിയൊരു എക്സ്പീരിയൻസ് ഞാൻ പറയാം. ഇപ്പോൾ എൻ്റെ മൊബൈലിൽ ഞാൻ കണ്ടതുകൊണ്ടോന്ന് അറിയില്ല, പക്ഷേ എന്നിരുന്നാലും എൻ്റെ എക്സ്പീരിയൻസ് പറയുന്നത് ഞാൻ അടുത്ത് പറയാൻ നോക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ട്രെയിലറിൽ നമുക്ക് കുറേ സീക്വൻസ് ഇങ്ങനെ വന്ന് വരും. കാരണം നോർത്ത് ഇന്ത്യ കാണിക്കുന്നുണ്ട്, സൗത്ത് ഉണ്ട്, നമ്മുടെ നെടുമുള്ളിയുടെ കോട്ട കാണിക്കുന്നുണ്ട്, പിന്നെ ഖുറൈഷ് കാണിക്കുന്നുണ്ട്, പിന്നെ മറ്റു രാജ്യങ്ങളെല്ലാം ഓരോ സീക്വൻസ് വെച്ച് കാണിച്ചു പോകുന്നുണ്ട്. എല്ലാം തന്നെ സത്യം പറഞ്ഞ ട്രെയിലർ നമുക്കൊന്നും മനസ്സിലാവാത്ത രീതിയിൽ പരിപാടിയാണ്. കാരണം ഒരു തരത്തിൽ ട്രെയിലർ മനസ്സിലാവാതിരിക്കുന്നത് നല്ലത്. കാരണം കഥ എങ്ങനെയാണ് പ്രൊഡക്റ്റ് ചെയ്യാൻ പറ്റുന്നതിലേക്ക് കഥ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ എല്ലാവർക്കും അവരുടെ സ്റ്റോറി ക്രിയേഷൻ പറ്റും. അതിനെ ഒഴിവാക്കിയിട്ട് നല്ലൊരു എന്താ പറയുക, നമ്മുടെ സസ്പെൻസ് ചെയ്യാൻ പറ്റുന്ന പറയുന്നത് ആ ഒരു ഡ്രാഗൺ എന്താ പറയുക ഡ്രസ്സ് ഇട്ടിട്ടുള്ള നമ്മുടെ വില്ലൻ തന്നെയാണ് അതിൽ ഏറ്റവും വലിയ സസ്പെൻസ് ആയിരിക്കുന്നത്. വേറൊരു സസ്പെൻസ് ഈ കഥയിലില്ല. ഓക്കെ, അപ്പോൾ അതിൽ അദ്ദേഹത്തിന് ഒരു ബാക്ക് സൈഡ് കാണിക്കുന്നതിന് ഒരു ശോഷിച്ച് നിൽക്കുന്ന ഒരു വ്യക്തിയുടെ ബാക്ക് സൈഡ് കണ്ടുപോലെ തോന്നി എനിക്ക്. പിന്നെ ഇതിലെടുത്ത് വേറൊരു പറയാനുള്ളത്, ട്രെയിലർ മോഹൻലാലിനെ കാണിക്കുന്ന ഓരോ രംഗവും നല്ല അടിപൊളിയായിട്ടുണ്ട്. കാരണം അതെടുത്ത് പറയേണ്ടത് തന്നെയാണ്. കാരണം അതിലെനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് രംഗങ്ങൾ പറയുന്നത് ഇപ്പോൾ എബ്രഹാം ഖുറൈഷിനേക്കാൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് സ്റ്റീഫൻ നെടുമുള്ളിയായിട്ട് നിൽക്കുന്ന രംഗങ്ങൾ. കാരണം അദ്ദേഹത്തിൻ്റെ ഈ നമ്മുടെ മുണ്ടൊക്കെ ഇട്ട് വരുമ്പോൾ മോഹൻലാലിന് ഒരു സ്വാഗ് ഉണ്ട്. അത് നമുക്കെല്ലാം മലയാള സിനിമയിൽ എല്ലാവർക്കും മികച്ച എല്ലാ നടന്മാർക്കും ആ ഒരു സ്വാഗ് ഉണ്ടെങ്കിലും നമുക്ക് മോഹൻലാലിനെ കുറച്ചുകൂടി എന്താ പറയുക ആ ഒരു ഗാംഭീര്യം നിറഞ്ഞ മീശയും അതും എന്താ പറയുക ആ ഒരു വാക്കി ചരിഞ്ഞ് തോളും കൂടി നടക്കുന്ന സംഭവമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഭയങ്കരമായിട്ട് ഒരു എന്താ പറയുക ഒരു എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് മോഹൻലാലിൻ്റെ ഇതിൽ. എനിക്ക് ഭയങ്കര ഇതിൽ വന്നപ്പോഴും ഭയങ്കര രസമായി തോന്നി. പിന്നെ ഒരു റിപ്പീറ്റഡ് വാല്യൂ ആയിട്ടുള്ള കുറച്ച് സീക്വൻസ് കണ്ടായിരുന്നു. കാരണം എംപുരാനിൽ കാണിക്കുന്ന ആക്ഷൻ വാട എന്ന് പറഞ്ഞ് കൈ ചൂണ്ടുന്ന അപ്പോൾ ഇതിലും കാണിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ സ്റ്റാർഡം നിലനിർത്തുമ്പോൾ ആളുകൾ ആ ഒരു റിപ്പീറ്റഡ് വാല്യൂ കാണിക്കുന്നതിൽ വലിയ മോശമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അങ്ങനെയാണെങ്കിൽ നമ്മുടെ വിജയൊക്കെ ഒരേ സ്റ്റാർഡത്തിന് തന്നെ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ആ സ്റ്റൈലൊക്കെ ചില സിനിമകളിൽ കൊണ്ടുവരാറുണ്ട് അല്ലേ. അപ്പോൾ ഇൻ്റർവ്യൂവിൽ പഞ്ചൊക്കെ പറയുമ്പോൾ അദ്ദേഹം കൊണ്ടുവരുന്നത്. അപ്പോൾ അതേപോലെ തന്നെയാണ് ഇതിലും അദ്ദേഹം ഇപ്പോൾ മോഹൻലാലിൻ്റെ സ്റ്റാർഡം കീപ്പ് ചെയ്യുന്നത് തന്നെയായിരിക്കും ആ ഒരു വട എന്ന് പറയുന്ന ഒരു അതൊരു വേറെ വേർഷനിൽ നിന്നിട്ട് എടുത്തിരിക്കുന്ന രീതിയിൽ എനിക്ക് തോന്നിയത്. പിന്നെ ഇതിലേക്ക് വേറൊരു എനിക്കിതിനെ നെഗറ്റീവ് എന്ന് പറയാനെന്ന് പറഞ്ഞത് എനിക്കൊരു മ്യൂസിക് സിസ്റ്റം അങ്ങനെ ഇഷ്ടമായില്ല കേട്ടോ. സത്യം പറഞ്ഞാൽ ദീപക് ദേവിനെ പോലെ ഒരു മ്യൂസിക് സിസ്റ്റം ഇദ്ദേഹത്തിനെ കൊണ്ടൊന്നും കൂടില്ല. മോഹൻലാലിനെ ആദ്യം ഈ ട്രെയിലറിൽ കാണിക്കുമ്പോൾ ഒരു വെള്ളം മുണ്ടൊക്കെ ഇട്ടൊരു ഒരു ജനക്കൂട്ടത്തിൽ നിന്ന് നടുവിൽ നിന്ന് എണീറ്റ് വരുന്ന സീൻസ് ഉണ്ട്. അപ്പോൾ എമ്പുരാനെ എന്ന് പറഞ്ഞൊരു ഒരു വോയിസ് ഇത് സൗണ്ട് കൊടുക്കുന്നുണ്ട് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കായിട്ട്. ഓക്കെ, ആ സൗണ്ട് കൊടുക്കുന്ന ആ ഒരാളുടെ അയാളുടെ കഴുത്തേക്ക് കയറി പിടിച്ചു പോലെ തോന്നി. കാരണം അദ്ദേഹത്തിൻ്റെ അങ്ങനെ ഈ ആക്രോശിച്ചിരിക്കുക എമ്പുരാനെ എന്നൊക്കെ പറയുന്ന ഒരു ആക്രോശിച്ച് വരുന്നത് അതൊരു അരോചകമായിട്ട് തോന്നി എനിക്ക്. കാരണം ഒരു അത്ര സ്വാഗൊന്നും കിട്ടിയില്ല. കാരണം ആ ഒരു മ്യൂസിക് സിസ്റ്റം കൊണ്ട് എനിക്ക് ഭയങ്കര മോശമായിട്ട് തോന്നി. കാരണം ദീപക്കിന് ഇത് കൊണ്ടൊന്നും കൂടുന്ന പരിപാടിയല്ല എന്നാണ് എനിക്ക് തോന്നിയത്. കാരണം അത്രയോ മികച്ച വേറെ കുറേ അത്യാവശ്യം നല്ല മ്യൂസിക് ചെയ്യും. എന്തായാലും ഇവർ പുറത്തുനിന്നൊക്കെ കുറേ എന്താ പറയുക ആളുകളൊക്കെ പുറത്തുനിന്നൊക്കെ ഇറങ്ങിയ സ്ഥിതിക്ക് ഒരു നല്ലൊരു മ്യൂസിക് ഡയറക്ടറേയും കൂടി ഇറക്കായിരുന്നു എന്ന് തോന്നി. അപ്പോൾ അതേ സമയത്ത് നമ്മുടെ രവി ബസൂരിയോ ഇല്ലെങ്കിൽ നമ്മുടെ സുശീൽ ശ്യാമോ, മലയാളത്തൊക്കെ സുശീൽ ശ്യാമൊക്കെ ആകുമ്പോൾ അദ്ദേഹം പിന്നെ മലയാളം സുശീൽ ശ്യാമാണ് കുറച്ച്, പിന്നെ അല്ലെങ്കിൽ പിന്നെ അനിരുദ്ധ്, പിന്നെ എ ആർ റഹ്മാൻ ഇവരൊക്കെ ഉണ്ടാകുമ്പോൾ സമയത്ത് ദീപക് ദേവിനെയൊക്കെ ഇത്രയും വലിയ ഹൈ എന്താ പറയുക ഇൻവെസ്റ്റ് നടക്കുന്ന ഒരു സിനിമയിലേക്ക് ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായില്ല. കാരണം ഫസ്റ്റ് പാർട്ടിൽ അങ്ങനെ അത്ര വലിയ മ്യൂസിക്കിന് അങ്ങനെ എന്താ പറയുക മ്യൂസിക് അങ്ങനെ നമ്മളെ അങ്ങനെ ഒരു ആസ് യൂഷ്വൽ പോകുന്ന ഒരു മൂവിക്കായിരുന്നു. പക്ഷേ സെക്കൻഡ് പാർട്ട് എന്ന് പറയുമ്പോൾ ഒരു ഇൻ്റർനാഷണൽ ലെവലിലേക്ക് അത് ക്യാപ്ചർ ചെയ്യപ്പെടുന്ന ഒരു മൂവിയാണ്. അപ്പോൾ അതിലേക്ക് മ്യൂസിക് സിസ്റ്റം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. അപ്പോൾ ഏതൊരു സിനിമയുടെ മ്യൂസിക് ഒന്ന് ഡൗൺ ആകുമ്പോൾ തന്നെ മ്യൂസിക്കിൽ നമ്മുടെ പ്രേക്ഷകൻ്റെ ആസ്വാദനം ഇല്ലാതെ പോകുന്നതാണ് തോന്നുന്നത്. ചിലപ്പോൾ ഈ നമ്മൾ ഈ മൊബൈലിൽ കേട്ടത് കൊണ്ടോ അല്ലെങ്കിൽ മൊബൈലിൽ സൗണ്ട്സിൻ്റെ കൊണ്ടോ ആയിരിക്കും എന്നറിയില്ല. പക്ഷേ വളരെ ഒരു എന്താ പറയുക നമ്മളെ പിടിച്ചിരുത്തുന്ന രീതിയിലുള്ള മ്യൂസിക് ഇത് നമ്മൾ കണ്ടില്ല. ഒന്നാമത്തെ കാര്യം ആ ഇദ്ദേഹം മോഹൻലാൽ എന്ന വ്യക്തിനെ ആ ഒരു സ്വാഗ് നിറഞ്ഞൊരു മൂമെൻറ്റ് കാണിക്കും പോലും അദ്ദേഹത്തിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടായിട്ട് കൊടുത്തിരിക്കുന്ന ഒരു വോയിസ് ഓവർ പറയുന്നത് മീൻസ് ഇങ്ങനെ എമ്പുരാനെ പറഞ്ഞ് നിലവിളിച്ച് ആക്രോശിക്കുന്നത് അധികം ഒരു എന്താ പറയുക അത് ഒരു അരോചകമായിട്ട് തോന്നി. കാരണം മ്യൂസിക് പാർട്ട് എനിക്ക് വലിയ താല്പര്യം തോന്നിയില്ല. പിന്നെ നല്ല ഫ്രെയിംസ് ഇപ്പോൾ ഓരോ ഫ്രെയിംസും നല്ല രീതിയിൽ തന്നെയാണ് പൃഥ്വിരാജ് എന്ന് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷേ പൃഥ്വിരാജിൻ്റെ പോർഷനും എനിക്ക് അത്ര താല്പര്യം പെട്ടില്ല. പൃഥ്വിരാജ് ഈ സ്റ്റിക്ക് ഓൺ നിൽക്കുന്നതല്ലോ എപ്പോഴും ഇങ്ങനെ മസിൽ പിടിച്ചിങ്ങനെ നിൽക്കുന്നത് ഒരു ചില സമയത്തേക്ക് പൃഥ്വിരാജിൻ്റെ ഓരോ സീൻസ് കാണുമ്പോൾ തോന്നിയത് അദ്ദേഹത്തിന് മറ്റേ ഇതുണ്ടല്ലോ എന്താണ് ഈ അടുത്തൊരു സിനിമ സലാറിലെ വേഷവിധാന കഥ തന്നെയാണ് ഇതിൽ വന്നിരിക്കുന്നത് എന്ന് തോന്നുന്നു. ചില സമയത്ത് മറ്റേ സയ്യിദ് മസൂദി ആയിട്ട് നിൽക്കുമ്പോൾ മറ്റേ ആ ഒരു നമ്മുടെ ഫോഴ്സിൻ്റെയോ അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനെ ഒരു ഗെറ്റപ്പ് വരുമ്പോഴും ആളും സ്റ്റിക്ക് ഓൺ ആണ്. പിന്നെ അതിന് മുഖത്ത് വലിയ എക്സ്പ്രഷൻ ഒന്നുമില്ല. നമ്മുടെ എന്താ പറയുക
വലിയ എക്സ്പ്രഷൻസ് ഒന്നും ഇല്ല. പിന്നെ എന്താ പറയുക, ആ ഒരു മോഹൻലാലും പൃഥ്വിരാജ് നടന്നു വരുമ്പോൾ മോഹൻലാലിന്റെ ഭാഗത്ത് നല്ല രസമാണ് കാണാൻ. ആ സ്വാഗൊക്കെ ബാക്കിൽ പൃഥ്വിരാജ് വരുമ്പോൾ ഒരു സ്റ്റിക്കോളായിട്ട് നമ്മുടെ സലാറിൽ ഒരു നടന്നു വരുന്ന ആ ഒരു വർഷം വിധാനമൊക്കെ ആയിട്ട് അതുപോലെ തന്നെയുണ്ട്. അപ്പോൾ വലിയ ഇതില്ല. എൻ്റെ ഒരു അറിവിൽ ഞാൻ പറയുന്നത് മറ്റേ സെയ്ദ് മസൂദിയായിട്ട് വേറെ ആരെങ്കിലും നല്ല കുറച്ചുകൂടി പോപ്പുലർ ആയിട്ടുള്ള ആൾ വെച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടി നമുക്ക് അറ്റൻഷൻ കിട്ടിയിരുന്നു. അപ്പോൾ പൃഥ്വിരാജിനെ കുറച്ചുകൂടി അദ്ദേഹത്തിന്റെ എന്താ പറയുക ഡയറക്ഷൻ പാർട്ടി തന്നെ കുറച്ച് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും എന്ന് വിശ്വസിക്കുന്നത്. കാരണം എൻ്റെ ഒരു വിഷനാണ്, എൻ്റെ ഒരു വ്യൂ ആണ്. കാരണം എല്ലാവർക്കും ഇത് ദഹിക്കണമെന്നില്ല. ഓക്കെ. പിന്നെ മോഹൻലാൽ എന്ന വ്യക്തിയുടെ നമുക്ക് എന്താ പറയുക എൽ ബ്രാൻഡ് ക്രിയേഷൻസ് അത് നല്ലപോലെ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. എബ്രഹാം ഖുറൈഷി ഒരു നൊട്ടോറിയസ് ആണോ ക്രിമിനലാണോ, ഇനി നൊട്ടോറിയസിൽ ആയിട്ട് ലുക്ക് ചെയ്യപ്പെടുന്നതാണോ, ഇനിയിപ്പോൾ അദ്ദേഹം ഒരു വേൾഡിലെ തിന്മകളൊക്കെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ചെയ്യുന്നൊരു തിന്മയുടെ രാജാവാണെന്ന് അറിയില്ല. എന്നാലും പടത്തിന്റെ ആ ഒരു ഇന്ത്യയിലെ മറ്റു പാർട്ടുകളും നോർത്ത് ഇന്ത്യയിലും കാണിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും പടം അങ്ങനെ ഒരു നോർത്ത് വൽക്കരിച്ചു വരുന്ന പടം കൂടിയായിട്ട് തോന്നി. നല്ലപോലെ എന്തായാലും അവിടുത്തെ സംസ്കാരമൊക്കെ അതിലേക്ക് കാണിക്കപ്പെടുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ എന്തായാലും പിന്നെ അടുത്ത് വേറെ പറയേണ്ട പോലെ അതിൽ പുതിയായിട്ട് ഒരു സ്പെഷ്യലായിട്ട് മലയാളത്തിൽ ഒരു എൻട്രി എന്ന് പറയുന്നത് കാണിച്ചിരിക്കുന്നത് നമ്മുടെ എന്താ പറയുക സുരാജ് വെഞ്ഞാറമൂടിന് ഇതൊരു പുതിയൊരു എൻട്രി കൊടുത്തിട്ടുണ്ട്. അത് വലിയ ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റായിട്ട് തോന്നി. അതൊരു പുതിയൊരു പാർട്ടിയും അതിൻ്റെ ഒരു എന്താ പറയുക ആ ഒരു പുതിയ പാർട്ടിയുടെ ഒരു എന്താ പറയുക ഇൻവോൾവ്മെന്റ് വരുമ്പോൾ എങ്ങനെയാണ് ഇവരുടെ ഈ INTCO എന്താ പറയുക അങ്ങനെ ഒരു പാർട്ടിയാണല്ലോ, ഈ പാർട്ടിക്ക് ഉണ്ടാവുന്ന എങ്ങനെയാണ് അവർ അതും പിന്നെ ഇവ മോർച്ച എന്നാണ് പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. മോർച്ച സമ്മേളനം അങ്ങനെയൊക്കെയാണ് അതിൻ്റെ ചെറിയൊരു ക്യാപ്ഷൻ ഉണ്ട്. ഒരു ലെഫ്റ്റ് ഓറിയന്റഡ് അല്ല, കാരണം പടത്തിന്റെ ഓപ്പോസിഷനായി വരുന്ന വേറൊരു നോർത്ത് ഇന്ത്യൻ കൾച്ചറിൽ വരുന്ന ഒരു പാർട്ടി ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ എന്തായാലും അതിന്റെ ഒരു വലിയ നേതാവായിട്ടാണ് നമ്മുടെ സുരാജ് വെഞ്ഞാറമൂടായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ എന്തായാലും പടത്തിന്റെ ഒരു ഏകദേശം നമുക്കൊരു ചെറിയൊരു ഇങ്ങനെ പിക്ചർ തരുന്നുണ്ടെങ്കിൽ പോലും പക്ഷെ അത് പിക്ചർ അത്ര വലിയ ക്ലിയറും അല്ല. ഓക്കെ. അപ്പോൾ അത് ചില സസ്പെൻസ് ഒക്കെ ഉണ്ട്. അത് വളരെ വ്യത്യസ്തമായിട്ട് തന്നെയാണ് അത് ഈ ട്രെയിലറിൽ കാണിക്കാൻ ശ്രമിച്ചിരിക്കുന്നത്. അതിലെടുത്ത് പറയുന്നത് ഈ പറയുന്ന ഫ്രെയിംസ് ഒക്കെ വളരെ അട്രാക്ഷൻ ആയിരുന്നു. കാരണം കുറച്ചൊക്കെ ഏരിയൽ ഷോട്ടൊക്കെ ഉണ്ട്, നല്ല പക്കയായിട്ട് അത് നല്ല രസമുണ്ട് കാണാൻ. അത് പൃഥ്വിരാജിന്റെ ആ ഒരു എന്താ പറയുക നമ്മുടെ പൃഥ്വിരാജിന്റെ ഡയറക്ഷൻ സ്കിൽസ് തന്നെ ആയിരിക്കും. പിന്നെ ബാക്കിയുള്ള പറയുമ്പോൾ ഇങ്ങനെ സൗണ്ട്സിലാണ് കുറച്ചൊരു ലാഗ്. എനിക്ക് സൗണ്ട്സിൽ എനിക്കൊരു ഡിസപ്പോയിൻമെന്റ് ആയത്. ബാക്കിയെല്ലാം തന്നെ വളരെ വ്യത്യസ്തമായിട്ടുണ്ട്. പിന്നെ KGF ഫ്രെയിംസ് ഒക്കെ ചാടി ഓടി വരുന്നുണ്ട്. പിന്നെ കുറച്ച് നമ്മുടെ KGF ഫ്രെയിംസ് എന്തായാലും വരുന്നുണ്ട്. അത് എടുത്ത് പറയണതല്ല, കാരണം ചില ഷോർട്സ് ഒക്കെ കാണിക്കുമ്പോൾ KGF വരുന്ന പോലെ തന്നെ കാണിക്കും. പക്ഷെ അത് എനിക്ക് ഇപ്പോൾ KGF വന്നുകൊണ്ട് ഇതിൽ വരാൻ പറ്റില്ലെന്നൊന്നുമില്ല. ചിലപ്പോൾ അതേ അപ്പിയറൻസ് വരുന്നതുകൊണ്ട് നമുക്ക് തോന്നി പോകുന്നതായിരിക്കും. എന്നിരുന്നാലും ട്രെയിലർ നല്ല ഗംഭീരമായിട്ടുണ്ട്. എന്നാലും മാർച്ച് 27 ഈ ഒരു ട്രെയിലർ ഒരു സിനിമയായി നമ്മൾ കാണും. ഈ ട്രെയിലറിൽ വലിയ സിനിമയായിട്ട് കാണുമ്പോൾ ഇതിന്റെ കണക്ടിവിറ്റി ഒക്കെ ക്ലിയർ ആണോ ഒക്കെ നോക്കാം. പക്ഷെ എന്നാലും അതിൽ ഏറ്റവും വലിയ സസ്പെൻസായി കൊടുത്തിരിക്കുന്ന ഡ്രാഗൺ വില്ലൻ തന്നെയാണ്. അദ്ദേഹം അധികം വലിയ പുള്ളിയൊന്നുമല്ല എന്നാണ് തോന്നുന്നത്. മീൻസ് എന്ന് വെച്ചാൽ വലിയ ശാരീരിക ഘടന വെച്ച് വലിയ ആളൊന്നുമല്ല, ഒരു നോർമലായിട്ട് കളിക്കുന്ന ഒരു പേഴ്സൺ. പക്ഷെ അദ്ദേഹത്തിന്റെ ഇൻവോൾവ്മെന്റ് എന്താ നമുക്ക് നോക്കാം. അപ്പോൾ എന്തായാലും വളരെ ഗംഭീരമായൊരു ട്രെയിലർ. എന്തായാലും ബാക്കി സൗണ്ടിന്റെ കാര്യത്തിൽ മാത്രമേ പ്രശ്നമുള്ളൂ, ബാക്കിയെല്ലാം ഓക്കെയാണ്. ബാക്കിയെല്ലാം സെറ്റപ്പാണ്. കാരണം ഇതിപ്പോൾ എൻ്റെ വ്യൂ അല്ലല്ലേ. പക്ഷേ പടം മറ്റേ ഈ ട്രെയിലർ എല്ലാം മോഹൻലാലിന്റെ പാട്ടൊക്കെ സെറ്റപ്പ് ആയിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. മോഹൻലാലിന്റെ ആ ഒരു മുണ്ട് അത് ഗംഭീരമായിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു, ബൈ ബൈ, സീ യു.